ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു അമളി പറയാൻ വേണ്ടിയിട്ട്. അമളി പറ്റിയത് കേട്ടോ. അത് പറയുന്നതിന് മുമ്പേ ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്, നന്നായിട്ട് വെയിലൊക്കെ ഉണ്ട് കേട്ടോ, മഴക്കാലല്ലേ. അപ്പോൾ മത്തങ്ങ കായ്ച്ചതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ മേലോട്ട് കയറി പോയിട്ടാണല്ലോ മത്തങ്ങ കായ്ക്കണത്. അപ്പോൾ മത്തങ്ങക്കായാലും മുഴുത്ത കുരുക്കളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നട്ട് കൊടുത്താൽ, വെറുതെ ഊന്നി കൊടുത്താൽ മതി. മഴക്കാലത്തൊക്കെ നമ്മൾ പടുമുളക് മുളച്ചെന്നൊക്കെ പറയും. ഇപ്പോൾ നേരത്തെ കണ്ട മത്തനുണ്ടല്ലോ, അതിൻ്റെ മുരടാണ് ഇട്ടത്. ഒട്ടും അറിയില്ല എവിടെയാണെന്ന്. നന്നായിട്ട് സൂക്ഷിക്കുക തന്നെ വേണം, എന്താ പറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാനിതാ വീണ്ടും മത്തങ്ങൻ്റെ കുരു നട്ട് കൊടുക്കുകയാണ്. ഇതൊരു വിധമാകുമ്പോഴേക്ക് വീണ്ടും വന്നോളുമല്ലോ. അപ്പോൾ ഇതുണ്ടില്ല, ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക, കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാണ് മത്തൻ വിഷുവിന് നട്ടിട്ടുണ്ടെങ്കിൽ ഓണത്തിന് പറിക്കാമെന്ന്. അപ്പോൾ ഒരു പഴമൊഴിയിൽ പതിരില്ല എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ വിഷുവിന് വാങ്ങിച്ച മത്തയിലെ വിത്ത് തന്നെയാണ് നട്ടത്. ഓരോ മാറ്റങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വോയിസ് ഇടാതെ മ്യൂസിക് കൊടുത്തിട്ടായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ മ്യൂസിക്കിനാണ് ക്ലെയിം വന്നത്. അപ്പോൾ ക്ലെയിം വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഇടട്ടെ എന്ന് വിചാരിച്ച്. അതുകൊണ്ട് തെറ്റെന്താണ് ശരി എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്നാലും ഈ ഒരു വീഡിയോ അതിൽ എന്താ പറയുക, സ്ട്രൈക്കായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കണം കണ്ടപ്പോൾ ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ വിഷുവിന് നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓണത്തിന് കിട്ടി എനിക്ക്. അപ്പം 4 മാസം കൊണ്ട് കായ്ക്കുമല്ലോ ഏതാണെങ്കിലും. പിന്നെ ചിലത് നമ്മൾ വളപ്രയോഗമൊക്കെ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പം മത്തങ്ങ എന്നും നമുക്കിതുപോലെ കിട്ടുന്നത് നട്ടിട്ടുണ്ടെങ്കിൽ എന്നും ഇല പറിക്കാനും പിന്നെ അതുപോലെ കായ്ഫലം കിട്ടാനും ഒക്കെ സാധ്യത നല്ലോണം ഉണ്ട്. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ തന്നെ ഉണ്ടാകുന്നതാണ്. മഴ കൂടുതലുണ്ടാകുമ്പോൾ ഒക്കെ പൂവൊക്കെ പൊഴിഞ്ഞ് ചാടി പോവാറുമുണ്ട്. എന്നാലും ആവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് നമ്മൾ സന്തോഷത്തിനുള്ളതൊക്കെ കിട്ടുന്നുള്ള ഒരു മെസ്സേജാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. എന്നാലും നല്ല ഹൈബ്രിഡ് വിത്ത് കിട്ടിയിട്ടേ നടുവുള്ളൂ എന്നൊന്നും വിചാരിക്കണ്ട. പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് ആണെങ്കിലും മുഴുത്ത കുരുകൾ തന്നെ നമുക്ക് നട്ടു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ചെറിയ ഒരു സന്തോഷം. പിന്നെ പൂമ്പാറ്റകളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിത് പരാഗണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ പൂക്കൾ കായുള്ള പൂവിന് മറ്റേ പൂവൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കായ പിടിക്കണമുണ്ട് കേട്ടോ. കുറേ മത്തങ്ങൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ വലിയ വലിയ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ വീഡിയോയിലുള്ള പിന്നെ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് പറയണേ. പിന്നെ ഇതാ നമ്മൾ മത്തങ്ങ റെഡി ആയിട്ടുണ്ട്. വിഷുവിന് അറുത്തിട്ടുമുണ്ട്, അല്ല ഓണത്തിന് അറുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ അത് ഉപയോഗിച്ചിട്ടുമുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായി. വലിയൊരു മത്തങ്ങയൊന്നുമല്ല, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ വരുന്നവരെ.